ഇപ്പൊ എന്തോ ആൾക്കാർക്ക് നമ്മുടെ സാധനങ്ങൾ കാണാൻ ഒരു താല്പര്യമുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിപ്പോ നമ്മുടെ കഴിവും മികവും ഒന്നും അല്ല. ഇറ്റ്സ് ജസ്റ്റ് എന്തോ ഒരു അനുഗ്രഹം, അത്രേ ഉള്ളൂ. ഏത് വീഡിയോ എടുത്താലും മില്യൺ വ്യൂസ് എടുപ്പിക്കാൻ പറ്റുന്നത് എന്റെ ഒരു പ്രത്യേക കഴിവാണ്. എങ്ങനെയാണെന്ന് അറിയില്ലെന്ന്. എല്ലാ വീഡിയോക്കൊന്നും 1 മില്യൺ കിട്ടാറില്ല. എല്ലാ വീഡിയോക്ക് കിട്ടിയാലും ഒരു രസമില്ലല്ലോ. കാരണം ബെറ്റർ കണ്ടന്റ് ഹാസ് ടു സ്റ്റാൻഡ് ഔട്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഐ എം ജസ്റ്റ് വെരി താങ്ക്ഫുൾ കേട്ടോ ഓഡിയൻസിനോട്. അതെനിക്ക് പറഞ്ഞിരിക്കാൻ പറ്റില്ല. കാരണം ഐ ഫീൽ ഹാപ്പി അബൌട്ട് ദ ഫാക്ട് ദാറ്റ് എന്റെ വീട്ടിലെ എല്ലാവർക്കും ഒരു നല്ല ഓഡിയൻസ് ഉണ്ടെന്നുള്ളത് ഐ ഫീൽ വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. അപ്പം എന്ത് പറയാനാ, ഇതൊക്കെ ഒരു ടൈമാണ്. ഐ ഡോണ്ട് നോ ഇതൊക്കെ എപ്പോഴും നമുക്ക് നിൽക്കുന്ന ഒരു മാറ്റർ ആയിരിക്കും എന്നൊന്നും എനിക്കറിയില്ല. ഇപ്പൊ എന്തോ ആൾക്കാർക്ക് നമ്മുടെ സാധനങ്ങൾ കാണാൻ ഒരു താല്പര്യമുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിപ്പോ നമ്മുടെ കഴിവും മികവും ഒന്നും അല്ല. ഇറ്റ്സ് ജസ്റ്റ് എന്തോ ഒരു അനുഗ്രഹം, അത്രേ ഉള്ളൂ. ഇനി ഞാൻ ഒരു ഫാമിലി സെഗ്മെന്റ് നടത്താൻ പോവാണേ. ഫ്രഷ് വളരെ ഫ്രഷ് ആണ്. പക്ഷെ ഇതുവരെ ആഹാനോട് ചോദിച്ചിട്ടില്ലാത്ത ചോദ്യങ്ങളായിരിക്കും. അത് ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ എവിടെന്നെങ്കിലും കണ്ടുപിടിച്ചോണ്ട് വരും. ആദ്യത്തെ വളരെ ഫ്രഷ് ആയിട്ടുള്ള ചോദ്യം, ഫാമിലിയെ കുറിച്ചുള്ള ഒരു തോന്നൽ എന്താണ്? വളരെ നല്ല തോന്നലാണ്. ഫാമിലിയെ കുറിച്ച് ആദ്യം വരുന്ന തോന്നൽ എന്ന് പറഞ്ഞാലേ ഈ മറ്റേ എക്സ്ട്രാ ലാർജ് എന്നൊക്കെ പറയുന്നില്ലേ, എന്ന് വെച്ചാൽ ഒരു സാധാരണ സൈസിലുള്ള ഒരു ഫാമിലി അല്ല നമ്മൾ. ഇതേ എല്ലാ ഇന്റർവ്യൂവിലും പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചിലപ്പോ അമ്മ ചോദിക്കല്ലേ, അപമാനിച്ച് മതിയായില്ലേ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാരും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗോൾ അടിക്കാറുണ്ട്. ഫാമിലിയെ കുറിച്ചുള്ള ആദ്യത്തെ തോന്നൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജില്ലയാണ്. നമ്മൾ ജസ്റ്റ് ഒരു കുടുംബമല്ല, നമ്മളൊരു ജില്ലയാണ്. അടുത്തത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓസിയുടെ ഇന്റർവ്യൂ എടുത്തിട്ടുള്ള ആളാണ്. അപ്പൊ ആ സമയത്ത് ഓസി പറയായിരുന്നു അച്ഛനും അമ്മയും ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഒരു രക്ഷയില്ല എന്ന്. പക്ഷെ ഇപ്പൊ എനിക്ക് അവളുടെ വീഡിയോസ് കാണുമ്പോൾ തോന്നുന്നു അവര് ഭയങ്കര ലിബറൽ ആയി എന്ന്. വീട്ടിൽ അങ്ങനെ ഒരു ലിബറലിസം കടന്നുകൂടിയോ? അങ്ങനെ കടന്നൊന്നും കൂടിയിട്ടില്ല. എന്ന് പറഞ്ഞാല് കുട്ടികളൊക്കെ വലുതായി അങ്ങനെയാ. എന്ന് പറഞ്ഞാല് അച്ഛനും അമ്മയും എങ്ങനെയാണോ അവരിപ്പോഴും അങ്ങനെ തന്നെയാണ്. അങ്ങനെ എന്തോ എനിക്കറിയില്ല. പിന്നെ നാച്ചുറലി ഇപ്പൊ നമ്മൾ പിള്ളേർ കുറച്ചുകൂടി വലുതാവുമ്പോഴേക്കും എന്റെ അച്ഛനും അമ്മയും ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യുന്ന പോലത്തെ പേരൻസ് അല്ല. More like, okay, I mean, if you know what നമ്മൾ എന്താ ചെയ്യണമെന്നുള്ള, if you are sure about it, fine, do it. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ ഇങ്ങനെ പോണു. ഹൻസു എപ്പോഴും പറയാറുണ്ട് ഹൻസുവിന് അമ്മു ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ പോലെയാണെന്ന്. എനിക്ക് അവള് മോളെ പോലെയാണ്, അവക്ക് ഞാൻ അമ്മയെ പോലെയാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടാവണമെന്നില്ല. അവളെന്നെ ചേച്ചി പോലെ തന്നെ കാണുന്നത്. അവള് മറ്റേ ഞാൻ അവളെ സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ സംസാരിക്കും, നോട്ട് മൈ മദർ എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് നീ മോളെ പോലെയാണ്. അത് ഏതൊക്കെ കാര്യങ്ങളിലാണ് അവ ചേച്ചി അനിയത്തിയെ റെസ്ട്രിക്ട് ചെയ്യുന്നത്? ഞാൻ റെസ്ട്രിക്ട് ചെയ്യുന്നത് കുറവാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഓവറായിട്ട് അങ്ങനെ റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. ഞാൻ അവൾക്ക് മുടി വെട്ടണം എന്നൊക്കെ പറയാറുണ്ട്. അതായത് അവൾക്ക് ഈ കൊറിയൻ ഡ്രാമയും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കൊറിയയില് അവരുടെയൊക്കെ ഹെയർ ഭയങ്കര മറ്റേ ഇങ്ങനത്തെ സ്ട്രെയിറ്റ് ഹെയർ അല്ലേ. അപ്പം ഇവക്ക് അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇവളുടെ വിചാരം ഇവളുടെ ഈ ചുരുണ്ട മുടി അങ്ങോട്ട് വെട്ടിയാ അത് മറ്റേ ഇങ്ങനെ മറ്റേ സ്ട്രെയിറ്റ് വിഗ് വെച്ച പോലെ കിടക്കും. നമ്മൾ ഇവളോട് പറഞ്ഞു ഹൻസു അത് വേറെ, നിന്റെ മുടി വെട്ടിയാ നീ മറ്റേ ഷോക്ക് അടിച്ചത്. അവളുടെ ഭയങ്കര ആഗ്രഹമാണ് പാവത്തിന്. അവക്ക് മുടി വെട്ടി അത് സ്ട്രെയിറ്റ് ആക്കി അത് കളറാക്കി ഇങ്ങനെയൊക്കെ കുറെ ആഗ്രഹങ്ങൾ അവക്കുണ്ട്. പക്ഷെ അതിനോട് എനിക്ക് എതിർപ്പുണ്ട്.